എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു പ്രമാണിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. കുറേ നാളായി വീഡിയോ ഒന്നും ഇടാത്ത, കാരണം പരീക്ഷയും അങ്ങനത്തെ കാര്യങ്ങളാണ്. +2 ആണ്, ഇനി 2 പരീക്ഷയും കൂടെ ബാക്കിയുണ്ട്. ഇന്ന് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയൊരു വിഷു ആശംസ നേരുന്നു. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലായിരിക്കും, ഡ്രസ്സ് എടുക്കാനും അതേപോലെ വെടി വാങ്ങാനും. അതുപോലെ ഞാനും കുറച്ച് തിരക്കിലാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെടി വാങ്ങാനും ചെറിയ ചെറിയ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, അതല്ല ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നല്ല വ്ളോഗ് കൊണ്ടുവരുന്ന തന്നെ വിചാരിക്കുന്നത്, കാരണം പരീക്ഷ ഏകദേശം കഴിയാനായി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കാണാത്തൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ കൺമുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലല്ലേ, കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കി കല്യാണി രാഗാമോ. അപ്പോൾ ആദ്യം തന്നെ വെടി വാങ്ങാൻ പോയ സ്ഥലത്തേക്കുള്ള വീഡിയോ കാണാം. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയ അടുത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ കാരണം നാട്ടിലിരിക്കുമ്പോഴല്ലേ വിഷു, പുറത്ത് അന്യനാട്ടിൽ ജീവിച്ച് കഴിഞ്ഞാൽ വിഷു നമുക്ക് അധികം ആഘോഷങ്ങളായിട്ട് കരുതാൻ പറ്റില്ല. ഞാൻ ഈ നാട്ടിൽ പയ്യന്നൂർ, ഞാൻ ജനിച്ച നാട്ടിൽ വീട്ടിൽ എൻ്റെ ബന്ധുക്കളോടൊപ്പം ഏകദേശം ഒരു 16 വർഷം ഉണ്ടായിരുന്നു. ഈ 16 വർഷം വിഷു ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഗംഭീര വിഷു ആഘോഷങ്ങളാണ്. ആ വിഷു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടികളായിട്ടുള്ള നമ്മൾക്കൊക്കെ വലിയ ഒരു ആഘോഷം തന്നെയായിരുന്നു വിഷു. ആരെങ്കിലും ഇപ്പോൾ പുതിയ ഇറങ്ങിയ സിനിമ കാണാൻ പോയിന, RRO, ബീസ്റ്റോ, KGF 2 എനിക്ക് കാണാൻ പോകണമെന്നുണ്ടായി. പക്ഷേ പരീക്ഷയിലും ആയതുകൊണ്ടാണ് പോകാത്തത്. ബീസ്റ്റിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു, ഭയങ്കര മോശമാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫിന് ശേഷം ഭയങ്കര വീടാണെന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. KGF തകർക്കും. ഒരിക്കലും കുളത്തിലൊന്നും വേസ്റ്റ് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു റാലിയെല്ലാം ഉണ്ടായിന്. എന്താണ് സംഭവം എന്നറിയില്ല. അവർ സൈറണിലിട്ടിട്ട് ഒരു റാലി പോലെ ബൈക്കിലും, പിന്നെ അതുപോലെ അവരെ ടാങ്കറില്ലേ, വാട്ടർ ടാങ്ക്, അതെല്ലാം പോകുന്നുണ്ടായി റാലി പോലെ. അതെന്നാ സംഭവം എനിക്കറിയില്ല, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടെ കണ്ടിട്ടോ. എൻ്റെ വീട്ടിലും കണിക്കൊന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര കിടിലും കണിക്കുന്ന. അത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. ആ പൂത്ത് എങ്ങനെ അടിപൊളി, ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ സ്റ്റൈല് സാധനം. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമില്ല, ഉണ്ട് കാണാം. വിഷു എന്നുള്ളത് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ്. ഈ നമ്മുടെ സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് വരുന്ന ഒരു ദിവസം മുഹൂർത്തമായിരുന്നു. ഇന്ന് സൂര്യൻ ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ നിൽക്കുന്ന ഒരു കാലമാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള ദിവസമായിരിക്കും ഇന്ന്. വിഷുവിൻ്റെ ഐതിഹ്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് ഇന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമതൊരു ഐതിഹ്യമുണ്ട്. ശ്രീലങ്കയിൽ ഇന്ന് ഏറ്റവും കൊടുമ്പിരി കൊള്ളുന്ന പട്ടിണി നടക്കുന്ന കാലമാണ്. രാവണന്റെയുമായി ബന്ധപ്പെട്ട ഒരു വിഷുവുണ്ട്. രാവണന്റെ നേര ഈ ഭൂമധ്യരേഖയിൽ നേരെ ഇന്ന് ശ്രീലങ്കയിലെ രാവണന കിടക്കയിലേക്ക് സൂര്യന്റെ രശ്മികളെത്തി. അപ്പൊ രാവണൻ ദേഷ്യം വന്നു. രാവണൻ ദേഷ്യം വന്നിട്ട് സൂര്യനോട് പറഞ്ഞു മാറിപ്പോളാൻ. ഈ ഭൂമധ്യരേഖ മാറിയിട്ട് പോയിട്ടാണ് ഉദിച്ചത്. ആ സൂര്യഭഗവാനെ പേടിപ്പിച്ചു നിൽക്കുന്ന രാവണൻ പിന്നീട് രാവണവധത്തിന് ശേഷമാണ് ഈ ഭൂമധ്യരേഖക്ക് വീണ്ടും
ഈ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് ഈ സൂര്യഭഗവാൻ വരുന്നത് തന്നെ ഇപ്പോഴും. ശ്രീലങ്കയിലെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഇന്ന് ഇവിടെ വിഷു ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ ശ്രീലങ്കയിലെ തമിഴ് ജനങ്ങൾ പൊങ്കലും ഉഗാദിയിലും ആയി വലിയ തോതിലുള്ള ആഘോഷങ്ങൾ കൊണ്ടാടുന്നു. ഇന്ന് ഭക്ഷ്യധാന്യം കൊണ്ട് പൊറുതിമുട്ടിയ ശ്രീലങ്കക്ക് മുഴുവൻ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചുകൊണ്ട് നമ്മുടെ മോഡിജിയുടെ ഒരു കാരുണ്യത്തിൽ ഇന്ന് ശ്രീലങ്ക ഇന്ന് അവിടെയും നമ്മുടെ വിഷുവിന് സമാനമായ ഉത്സവം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എത്ര വിഷുവിന് കൈനീട്ടം കിട്ടിയെന്നും അതുപോലെ നിങ്ങളെ വിഷുവിൻ്റെ അനുഭവവും കോമഡിയെല്ലാം ഈ വീഡിയോന് താഴെ കമൻ്റായിട്ട് ഇടുക. പിന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇത്രമാത്രമേ ഉള്ളൂ എൻ്റെ വിഷു. അപ്പോൾ എല്ലാവർക്കും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ. Spreading all around my room. My world's so bright, it's hard to breathe, but that's alright.